സിറിയയിൽ റഷ്യൻ സൈന്യത്തിന് നേരെ ആക്രമണം നടന്നു. റഷ്യയുടെ സൈനിക കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഹമീമി എയർബേസ് ആക്രമിച്ച് 5 സൈനികരെ കൊലപ്പെടുത്തിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭരണകക്ഷിയായിരിക്കുന്ന HTS ആണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന് സ്ഥിരീകരിച്ച വിവരങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. അതോടനുബന്ധിച്ചപ്പോൾ സിറിയയിലുള്ള ഭരണകക്ഷിയും റഷ്യൻ സൈനികരും മുഖാമുഖം ഏറ്റുമുട്ടുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീഡിയ റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. റഷ്യക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്ന ഭരണാധികാരിയായിരുന്നു ബഷർ അൽ അസദ്. അസദിന്റെ ഭരണകാലത്താണ് റഷ്യയുടെ സിറിയയുടെ പല മേഖലകളിലും റഷ്യയുടെ സൈനിക താവളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അനുമതി നൽകുകയും അവരുടെ പിന്തുണയോടുകൂടിയാണ് 50 വർഷക്കാലം തന്നെ ഏറെക്കുറെ സിറിയയുടെ ഭരണകക്ഷിയായിരിക്കുന്ന അസദും കുടുംബവും ആ രാജ്യം ഭരിക്കപ്പെട്ടത്. പൗരാണികമായിരിക്കുന്ന ബന്ധമാണ് സിറിയയും റഷ്യയും തമ്മിൽ ഉണ്ടായിരുന്നത്. അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകി ആഭ്യന്തര കലാപവും വിഷയമുള്ള സമയത്തൊക്കെ സിറിയയുടെ സൈന്യത്തെ, അതായത് ബഷർ അൽ അസദിന്റെ സൈന്യത്തെ പൂർണ്ണമായ രീതിയിൽ റഷ്യൻ സൈന്യം സഹായിച്ചു. പ്രക്ഷോഭകാരികളെയും വിഘടനവാദികളെയും ഇല്ലാതാക്കുന്നതിൽ റഷ്യൻ സൈന്യം വഹിച്ച പങ്ക് വളരെ പ്രസിദ്ധമാണ് എന്ന് ഭരണകക്ഷികൾ പല ഘട്ടത്തിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇറാന്റെ പിന്തുണയും അസദിന്റെ ഈ ഭരണ വിഭാഗത്തിനും കുടുംബത്തിനും ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഷിയ വിഭാഗത്തെ അനുകൂലിക്കുന്ന ആളായിരുന്നു റഷ്യൻ ഭരണാധികാരിയായിരിക്കുന്ന അസദ് എന്നതിനാൽ സിറിയയുടെ ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സഹായം അവർക്ക് ചെയ്തു വന്നു. പിന്നീടാണ് ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഭരണം അട്ടിമറിയുന്നു. പുതിയ പ്രസിഡന്റായിട്ട് HDSന്റെ തലവൻ അധികാരത്തിലേറുകയും ചെയ്യുന്നു. ഈ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ സഹായങ്ങൾ ഇസ്രായേലും അമേരിക്കയും HDSന്റെ തലവന് അല്ലെങ്കിൽ ആ വിമത വിഭാഗത്തിന് ചെയ്തു നൽകിയിട്ടുണ്ട് എന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഏറെക്കുറെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് പിന്നീട് കഴിഞ്ഞു പോയത്. റഷ്യയുടെ സൈനിക കമാൻഡർ അടക്കമുള്ള ഒരു വിഭാഗം അവിടെ നിന്ന് പിൻവലിക്കുകയും റഷ്യയിലേക്ക് തിരിച്ചുപോയ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കവചിത വാഹനങ്ങളും യുദ്ധോപകരണങ്ങളും റഷ്യയിലേക്ക് മടക്കി കൊണ്ടുപോയതും കുറച്ച് സൈനികരും അതോടൊപ്പമുള്ള അതിന്റെ സംവിധാനങ്ങളും സിറിയയിൽ തന്നെ തുടരാൻ തീരുമാനിച്ച വിവരമാണ് അന്ന് പുറത്തു വന്നിരുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും സൈനിക വിഭാഗങ്ങളും സിറിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റേതുണ്ട്. എന്നാൽ ആഭ്യന്തര കലാപങ്ങൾ രൂക്ഷമായതോടുകൂടി രാജ്യങ്ങളൊന്നും ഈ ഇറാനാണെങ്കിലും റഷ്യ ആണെങ്കിലും വിമതപക്ഷത്തിന് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. അവർ തമ്മിലൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയ തരത്തിൽ പിന്നീട് ഏറ്റുമുട്ടലുകളൊന്നും ഇല്ലാതെ ഏകപക്ഷീയമായി തന്നെ സിറിയയുടെ പ്രസിഡന്റ് ബഷർ അൽ അസദ് റഷ്യയിലേക്ക് അഭയം തേടിപ്പോയി. അതിന് എല്ലാ സൗകര്യങ്ങളും റഷ്യയുടെ സൈന്യം ഒരുക്കി കൊടുത്തു. അഭയം തേടി എത്തിയത് റഷ്യയുടെ സൈനിക കേന്ദ്രത്തിലായിരുന്നു. അവിടെ നിന്ന് റഷ്യയുടെ സൈനിക വിമാനത്തിൽ തന്നെയാണ് സിറിയയിൽ നിന്ന് റഷ്യയിലേക്ക് പോയത്. പിന്നീട് ശാന്തമായിരിക്കുന്ന കുറച്ച് അന്തരീക്ഷം വന്ന് ഇസ്രായേലിന്റെ ഇടപെടൽ മാത്രമാണ് പ്രശ്നമായിട്ട് അവിടെ നിലനിന്നത്. ഇസ്രായേൽ വലിയ രീതിയിൽ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുകയും അവരുടെ സൈനിക താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു. അതിനു വേണ്ടിയിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈന്യം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അവിടെ ആ രാജ്യത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന റഷ്യൻ സൈന്യമോ ഇറാന്റെ സൈന്യമോ പ്രതികരിക്കുകയോ അതല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല. ഇടപെട്ടാൽ ഒരുപക്ഷെ അതിജീവിക്കാൻ സാധിക്കില്ല എന്നൊരു അഭിപ്രായം ഒരുപക്ഷെ ഉണ്ടാവാം. അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നതുകൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും അവർ ഇടപെട്ടിട്ടില്ല, ഇപ്പോഴും ഇടപെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ റഷ്യയുടെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് HDS ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന പുതിയൊരു പ്രശ്നങ്ങളോ പുതിയൊരു യുദ്ധ രീതികളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. കാര്യം ഇത് ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സൈനിക വിഭാഗം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് അവർ വിലയിരുത്തുന്നില്ല. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇതിന് പിന്നിൽ റഷ്യയും ഇതിന് പിന്നിൽ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും ഉണ്ടാവും. ഇവർ സംയുക്തമായി ചേർന്നുകൊണ്ട് റഷ്യയുടെ സൈനിക കേന്ദ്രത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് HDSന് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവൃത്തി നടന്നത് എന്നതാണ് കാര്യം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും പാലസ്തീൻ ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അവർ വ്യക്തമായിരിക്കുന്ന നിലപാടുണ്ട്. അത് അമേരിക്കയുടെയും ഇസ്രായേലും വിരുദ്ധമായിരിക്കുന്ന നിലപാട്. ആ നിലപാട്
ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല വലിയ സൈനിക ബലമുള്ള ശക്തിയാണ് റഷ്യ എന്നതിനാൽ അവരുമായി ഏറ്റുമുട്ടാൻ വേണ്ടി നേർക്കുനേരെ ഏറ്റുമുട്ടാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ഇസ്രായേലോ അമേരിക്കയോ തയ്യാറാകുന്നില്ല. പകരം അവർ ചെയ്യുന്നത് ഇത്തരം വിമത പ്രവർത്തനങ്ങളോട് നടത്തിയിട്ട് സൈനിക ബലവോ ശക്തിയോ ക്ഷയിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. റഷ്യൻ സൈന്യം, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങൾ കൃത്യമായ രീതിയിൽ അതേക്കുറിച്ച് പഠിക്കുകയാണ്, പ്രത്യേകമായിരിക്കും സംഘത്തെ വെച്ചുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട്, ഏത് കേന്ദ്രത്തിൽ നിന്നാണ് തങ്ങൾക്ക് നേരെ ഇത്തരം അക്രമം ഉണ്ടായത് എന്നുള്ളത് പരിശോധിച്ചത് ഉചിതമായിരിക്കുന്ന നടപടി അതിനോടനുബന്ധിച്ച് ഉണ്ടാകും എന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെയും അമേരിക്കയും സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ റഷ്യയുടെ സൈനികരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. പിന്നീട് 3 പേർ കൂടി മരിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒടുവിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്ന റിപ്പോർട്ട് വന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു എന്നും പറയുന്നു. ഹമമി എയർബേസ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ഈ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുകയും മുൻ വർഷങ്ങളിലൊക്കെ കലാപങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിമതപക്ഷത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയത്. ഇതിന് നേരെയാണ് ആദ്യത്തെ വെടിവെപ്പോ അല്ലെങ്കിൽ അക്രമമോ ഉണ്ടായത്. ഏത് തരത്തിലാണ് അക്രമം എന്നതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണമൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. വെടിവെപ്പാണ് നടന്നത് എന്ന തരത്തിൽ പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും സിറിയയുടെ അകത്ത് റഷ്യയുടെ സൈന്യത്തിന് നേരെ ഒരു വെടിവെപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലെ ഭരണാധികാരികൾ അത് സാരമായിട്ട് ബാധിക്കും എന്നാണ് അന്താരാഷ്ട്ര മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്. അമേരിക്കയോ ഇസ്രായേലോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ തുർക്കിയുടെ പരാമർശങ്ങൾ ഇതിനെ കൂടെ വരുന്നുണ്ട്. തുർക്കി ഈ വിഷയത്തിൽ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്നത് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ചയ്ക്കിടയിൽ ചോദിക്കുന്നുണ്ട്. അതിന് കൃത്യമായിരിക്കുന്ന മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സിറിയയുമായിട്ട് തുർക്കിക്ക് നല്ല ബന്ധമാണ്. ഭരണം അട്ടിമറിക്കുന്നതിൽ HDSനെ സഹായിച്ചതിൽ തുർക്കിയും ഉണ്ട് എന്ന് പറയുന്നു. തുർക്കിയും റഷ്യയും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ്. അവർ തമ്മിൽ വലിയ നയതന്ത്ര ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് ഈ തുർക്കി മധ്യസ്ഥ റോളിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. തുർക്കിയിലേക്ക് അവർ രണ്ടുപേരെയും വിളിപ്പിച്ചു. എന്നിട്ട് ചർച്ച നടത്താനൊക്കെ തീരുമാനിച്ചിരുന്നു. റഷ്യയുടെ പ്രസിഡന്റ് എത്താത്തത് കൊണ്ടാണ് പിന്നീട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് തുർക്കിയെക്കുറിച്ച് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഒരു ചർച്ച തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ റോളിൽ തുർക്കിക്കുള്ള പങ്കാളിത്തം ഏത് തരത്തിൽ അറിയണം എന്നുള്ളതാണ്. ഈ റഷ്യ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് ആർക്ക് പങ്കാളിത്തം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൽ കൃത്യമായ രീതിയിലുള്ള മറുപടി ഞങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത് അതനുസരിച്ച് നീങ്ങുമെന്നുള്ളതാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് ഈ ഇസ്രായേലിനാണ്. ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സിറിയ എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും ഇസ്രായേലിന് നേരെ അതിശക്തമായിരിക്കുന്ന ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭരണം അട്ടിമറിഞ്ഞതോടുകൂടിയാണ് ഇസ്രായേൽ നേരെയുള്ള അക്രമത്തിന് വലിയ നിയന്ത്രണങ്ങൾ വന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ഇസ്രായേൽ ഇപ്പോൾ സിറിയയുടെ പ്രശ്നത്തിലും അതിർത്തിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള കടന്നാക്രമണം നടത്തുന്നുണ്ട്. മാത്രമല്ല ഗോലാൻ കുന്നിൻ്റെ പ്രദേശങ്ങളൊക്കെ സിറിയയുടെ കൈവശത്തിൽ നിന്ന് ഈ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറല്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. യുഎൻ്റെ നേതൃത്വത്തിൽ കൈവശത്തിലുള്ള ഗോലാൻ കുന്നിൻ്റെ ഭാഗങ്ങളും ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശത്തിലാണ് എന്നും പറയുന്നു. അപ്പൊ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതിൽ മൗനം പാലിച്ചുകൊണ്ട് തുർക്കി മറുപടി ഒന്നും പറയുന്നില്ല. ഭരണം അട്ടിമറിച്ചതിൽ തുർക്കിക്ക് പങ്കാളിത്തമുണ്ട് എന്ന് പറയപ്പെട്ടിരുന്നു. എന്നാൽ സിറിയയുടെ പ്രസിഡന്റായിരുന്ന റഷ്യയിലെ അഭയം തേടിയിരിക്കുന്ന അസദ് ഇതിനോടനുബന്ധിച്ച് പ്രതികരിച്ചത് തൻ്റെ രാജ്യം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. അവിടെ തുർക്കിയുടെ പരാമർശമില്ല. ഇപ്പോഴത്തെ സാഹചര്യം വരുന്ന സമയത്ത് അട്ടിമറിച്ച് നേരെ തിരിച്ചാണ് ഈ വിഷയങ്ങൾ വരുന്നത്. റഷ്യ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ലാത്തതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ലോക സൈനിക ശക്തിയുള്ള രാജ്യങ്ങളുടെ കേന്ദ്രങ്ങൾ സിറിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്രമം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ റഷ്യയുടെ മുന്നേറ്റങ്ങളും ലോക രാജ്യങ്ങളിലൊക്കെ റഷ്യ ഇടപെടുന്നതും അറബ് രാജ്യങ്ങളിൽ അവർക്കുള്ള സ്വാധീനങ്ങളുമെല്ലാം അമേരിക്കയെ സാരമായിട്ട് ബാധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ആന്തരികമായ രീതിയിലുള്ള അക്രമം അമേരിക്ക നടത്തില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആയതിനാൽ HDS എന്ന് പറയുന്ന ഇപ്പോൾ ഈ സിറിയ ഭരിക്കുന്ന ഭരണകക്ഷിയിൽപ്പെട്ടവരല്ലാതെ
ബാഹ്യമായിരിക്കുന്ന ഇടപെടലുകളെല്ലാം ഈ വിഷയത്തിൽ ഉണ്ട് എന്നാണ് റഷ്യ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ശക്തമായിരിക്കുന്ന തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് കൂടി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്.